Hi friends, welcome back to my channel Achus Flowers. ഇത് നമുക്ക് വളരെ ടേസ്റ്റിയും ഒട്ടും കയ്പില്ലാത്ത ഒരു നാരങ്ങ അച്ചാർ എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേയായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു 250 ഗ്രാം നല്ല പഴുത്ത നാരങ്ങ ആക്കിയിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഇത് 250 ഗ്രാം ഉണ്ട്. പിന്നെ ഒരു 100 ഗ്രാം ഈന്തപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഈന്തപ്പഴം എപ്പോഴും നമ്മൾ നന്നായി ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നന്നായി കഴുകി മുറിച്ച് വെച്ചേക്കുന്നതാണ്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ്. 100 ഗ്രാം ഉണ്ട്. പിന്നെ മുളക് പൊടി വേണം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതിൻ്റെ അളവ് ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു തരാം എത്രയാണ് യൂസ് ചെയ്യുന്നതെന്ന്. പിന്നെ കായപ്പൊടി വേണം. കായപ്പൊടിയുടെ അളവും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ പിന്നെ ഒരു 30 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാന്താരി മുളക് കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 3 വറ്റൽ മുളക്. പിന്നെ ഞാനിത് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയുണ്ട്. ഇത് 3 ടേബിൾ സ്പൂണാണ്. പിന്നെ വെളിച്ചെണ്ണയിലോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണെങ്കിലും എടുക്കാം. പക്ഷേ നാരങ്ങാച്ചാർ എപ്പോഴും നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അച്ചാറുകൾ ഉണ്ടാക്കുന്നത് ടേസ്റ്റ് എപ്പോഴും നല്ലെണ്ണയിലാണ്. അപ്പോൾ ഞാൻ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കടുക് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക, പിന്നെ 1 ടീസ്പൂൺ ഉലുവയാണിത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഈ കടുകും ഏലക്കയും ഉലുവയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നന്നായി പൊടിച്ചെടുക്കണം. അതിന് മുന്നേയായി നമുക്ക് നമ്മുടെ നാരങ്ങ ഒന്ന് വേവിച്ചിട്ടെടുക്കാം, സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു സ്റ്റീമറോ ഒരു ഇഡലിത്തട്ടിലോ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. നാരങ്ങ ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഒത്തിരി പൊട്ടിയൊന്നും പോകണ്ട. ജസ്റ്റ് സോഫ്റ്റ് ആകുന്ന ഒരു 5 മിനിറ്റോളം ആവി കയറ്റിയാൽ തന്നെ അത് സോഫ്റ്റായി വരും. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡലി പാത്രത്തിലാണ് ചെയ്യുന്നത്. അതിലേക്ക് മാറ്റി ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു ഇഡലി പാത്രം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് തിളക്കുമ്പോഴേക്കും നമുക്ക് നാരങ്ങ ഇട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മാത്രം മതി. നാരങ്ങയൊന്നും പൊട്ടിപ്പോവാൻ പാടില്ല. ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ മാത്രം ചെയ്യുക. ഇപ്പം ഞാൻ വേറൊരു അടപ്പ് കത്തിച്ച് ഒരു ചെറിയ ഫ്രൈയിങ് പാൻ അതിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏലക്കയും കടുകും ഉലുവയും ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കുക, ഒന്ന് ചൂടാക്കുക. ഈ അച്ചാറിൽ ഏലക്ക ഇടുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റുമാണ്. ഏലക്ക ഇട്ടാൽ കൂടുതൽ ഇടാൻ പാടില്ല. ഈ പറഞ്ഞ അളവിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ ഉലുവയുണ്ട്. അപ്പോൾ ഇത് ചേർത്തിട്ട് ഒന്ന് നന്നായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനൊരു കളറ് മാറുന്നിടം വരെ, ഒരു ചെറിയ കളറ് വ്യത്യാസം വരുന്നിടം വരെ നമുക്കിത് ചൂടാക്കിയെടുക്കാം. ഉലുവയുടെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിത് തീ ഓഫ് ചെയ്യാം. കടുക് ഇപ്പോൾ ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇപ്പോൾ നാരങ്ങ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നാരങ്ങയെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അത് തണുത്തതിന് ശേഷം ഒരു നാരങ്ങ 4 കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാരങ്ങയെല്ലാം തണുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ 4 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ നാരങ്ങയെല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പാൻ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയെല്ലാം പൊട്ടി വരുന്നുണ്ട് ഇപ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പൊടിയുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടുക്, ഉലുവ, പിന്നെ ഏലക്ക ഇതിൻ്റെ എല്ലാം കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഒരു മിനിറ്റോളം നന്നായി ഇത് മിക്സ് ചെയ്യാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ കപ്പ് വെള്ളം കൂടെ, നല്ല ചൂടുവെള്ളമാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പച്ചവെള്ളം ചേർക്കരുത്, നല്ല തിളച്ച വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. പിന്നെ വിനാഗിരി യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാൻ വിനാഗിരി യൂസ് ചെയ്യുന്നില്ല. ഒത്തിരി നാളൊക്കെ നിൽക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് വിനാഗിരി യൂസ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണിപ്പോൾ. ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പ് കുറവാണ്. ഇനി നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു 2 ദിവസത്തിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ല ഇതിലെല്ലാം നാരങ്ങയിലെല്ലാം നല്ല മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം നല്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കണം. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ സ്പൂണ് ഒരിക്കലും നനഞ്ഞ സ്പൂൺ ഇട്ടിട്ട് ഇത് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. വേഗം പൂത്തിട്ട് വേഗം പോവും ഇത്. അപ്പം ഒത്തിരി കാലം നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെള്ളമൊന്നും ഇല്ലാത്ത സ്പൂൺ കൊണ്ട് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രിഡ്ജിലോ പുറത്തോ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ ഈന്തപ്പഴ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കടകളിൽ നിന്നും വാങ്ങി കഴിക്കാതെ വീട്ടിൽ തന്നെ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം,
ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക്